ഗൈസ് നമ്മളിന്നിവിടെ കുട്ടികൾക്കുള്ള ആക്ടിവിറ്റിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കണ്ടില്ലേ, നമ്മൾ കത്രിക്കയാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. എക്സെല്ലിൽ വെച്ചിട്ടുള്ള ഒരു ആക്ടിവിറ്റി ക്രിയേറ്റ് ചെയ്യാൻ പറഞ്ഞപ്പോൾ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കുട്ടിയുടെ അമ്മയാണ്, കുട്ടിയല്ല. ഇതുപോലെ ആക്ടിവിറ്റി ഒക്കെ ചെയ്ത് കഷ്ടപ്പെടുന്ന അമ്മമാർക്കുള്ള ടിപ്പുമായിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. ഗൈസ് ഇത് നോക്കൂ, ഷെല്ലിൻ്റെ അകത്ത് കുത്തി നിറയ്ക്കാൻ പഞ്ഞിയില്ലാത്ത പക്ഷം നിങ്ങൾ ഇതുപോലത്തെ പാവകളെയൊക്കെ കൊന്ന് അതിൻ്റെ അകത്തുള്ള പഞ്ഞിയൊക്കെ എടുത്താൽ കുത്തി നിറയ്ക്കേണ്ടതാണ്. ഒരു പഞ്ഞവും കാണിക്കരുത്, നല്ലപോലെ കുത്തി അങ്ങ് നിറച്ചോളണം. കണ്ടില്ലേ കണ്ടില്ലേ? ഇനി കുത്തി നിറയ്ക്കാൻ സാധനം കിട്ടിയില്ലെങ്കിൽ നമ്മുടെ കുട്ടിയുടെ ബോക്സ് എടുക്കുക, അതിൻ്റെ അകത്ത് നിന്ന് അതുപോലെ പെൻസിൽ വെച്ച് കുത്തി കുത്തി അങ്ങോട്ട് ഇറക്കി കൊടുക്കുക. അങ്ങനെ മുട്ടയുടെ വാ നിറച്ച് അങ്ങോട്ട് കുത്തി കയറ്റി കൊടുക്കുക. അത് ഏറ്റവും വലിയ രസമുള്ള സംഭവം വെച്ചാൽ ഈ പശ തീർന്നു പോയി. ഗൈസ് പശ തീർന്നു എങ്ങനെ ഒട്ടിക്കും നമ്മൾ? ഗൈസ് ക്രിസ്പ് ആൻഡ് ഷൈൻ. ഇതാകുമ്പോൾ വേറൊരു രസം കൂടി ഉണ്ട് ഗൈസ്. മുട്ടയൊക്കെ നല്ല തളാതെ തിളങ്ങും, കത്രികയൊക്കെ നല്ല ഷൈനായിരിക്കും, നല്ല മണമായിരിക്കും. സോ ലെറ്റ്സ് ഷൈൻ ലൈക്ക് എ സ്റ്റാർ. കുട്ടി സ്കൂളിൽ പോയിട്ട് ഒരു സ്റ്റാർ ആയിട്ട് നിന്നങ്ങ് തിളങ്ങും ഗൈസ്. ഈ ഇതുകൊണ്ട് ഒട്ടിക്കുന്നതും നമ്മൾ കാണിക്കുന്നതായിരിക്കും ഗൈസ്. നമ്മൾ ഫേക്ക് വീഡിയോസ് ഇതിൽ ഇടുന്നതല്ല. ഇല്ല, ഒട്ടിക്കുന്ന എടുക്കണമല്ലോ. നോക്കിക്കോളൂ ഗൈസ്, കണ്ടോളൂ. സ്പഞ്ചൈൻ ഇങ്ങനെ തേക്കുക, ഒരട്ട എടുക്കുക, തേക്കാൻ കൂടെ ഒട്ടിക്കാൻ കൂടെ. കണ്ടില്ലേ? ആഹാ, ചുമ്മാ പളപളാണ്. അപ്പോൾ ഇനി ഇതുപോലത്തെ ആക്ടിവിറ്റി ഒക്കെ ചെയ്യാൻ നിൽക്കുന്ന അമ്മമാരോ ചേച്ചിമാരോ സഹോദരിമാരോ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പശ തീർന്നു പോയി നോക്കി നിങ്ങൾ ഒരിക്കലും വിഷമിക്കരുത്. ഓടി അൽക്കലിൻ്റെ അടുത്ത് പോവുക, സ്പഞ്ചൈൻ എടുക്കുക, ഒട്ടിക്കുക. നമ്മുടെ സ്പഞ്ചൈൻ്റെ ഒരു കഴിവാണത്. പളപളാന്ന് തിളങ്ങും, നിന്നങ്ങ് തിളങ്ങും. കണ്ടില്ലേ ഗൈസ്? സൂപ്പർ സൂപ്പർ. കൈയൊക്കെ തിളക്കം കണ്ടോ ഗൈസ്? നല്ല തിളക്കം കേട്ടാ. നമ്മൾ പെയിന്റിൽ മിക്സ് ചെയ്തിട്ടുണ്ട്. പെയിന്റിൽ മിക്സ് ചെയ്യുമ്പോൾ താഴെ വീണാലും മുട്ട പൊട്ടൂല. അതുപോലെ തന്നെ ഇത് കണ്ടില്ലേ? വാവ്, നല്ല തിളക്കം. അതേപോലെ തന്നെ നമ്മൾ ക്രിസ്പ് ആൻഡ് ഷൈൻ വെച്ചുണ്ടാക്കിയിട്ടുള്ള മറ്റു പല ആക്ടിവിറ്റീസും നമ്മൾ കാണിച്ചു തരുന്നതാണ്. ഈ വീടിന്റെ ആസ്ഥാന പശയായിട്ട് നമ്മൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് ക്രിസ്പ് ആൻഡ് ഷൈൻ. ഗൈസ്, സീ ദിസ് ഗൈസ്. വാവ്, ഇതൊക്കെ വളരെ വാവായിട്ടുണ്ട്. കണ്ടില്ലേ ഗൈസ്? വാവ്. ഇതൊക്കെ നമ്മള് അതുപോലെ തന്നെ ഇത് വേറൊരു സംഭവം കൂടി നോക്കൂ ഗൈസ്. പൂച്ചക്കുട്ടിയോ? തീരുന്നില്ല ഗൈസ്. ക്രിസ്പ് ആൻഡ് ഷൈൻ്റെ ഒരു സെറ്റപ്പ് ഒന്നും ഇവിടെ തീരുന്നില്ല ഗൈസ്. വാവ്, ലുക്ക് ഗൈസ്, എന്ത് സൂപ്പറായിട്ടാണ് ഒട്ടിയിരിക്കുന്നത് നോക്കൂ ഗൈസ്. വാവ് വാവ്. ഇതൊക്കെ ഇനിയും ഉണ്ട് ഗൈസ്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഇനിയും ഒത്തിരി ക്രിസ്പ് ആൻഡ് ഷൈൻ വർക്കുകൾ നമ്മളിവിടെ ഉണ്ട്. ഇതെല്ലാം നമ്മൾ ക്രിസ്പ് ആൻഡ് ഷൈൻ വെച്ച് തന്നെ ചെയ്തിട്ടുള്ള വർക്കുകളാണ്. ഇതിപ്പം അല്ലാണ്ട് വേറൊന്നും നമ്മളിതിൽ യൂസ് ചെയ്തിട്ടില്ല. പക്ഷെ നമ്മളിവിടെ അങ്ങനെ ലോക്കൽ സാധനങ്ങളും നമ്മൾ യൂസ് ചെയ്യാറേ ഇല്ല. നമ്മൾ ഭയങ്കര സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള സാധനങ്ങൾ മാത്രമാണ് നമ്മൾ യൂസ് ചെയ്യുള്ളൂ. ലക്ഷറി ആയിട്ടുള്ള പശ വരെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. കണ്ടില്ലേ ഗൈസ്? വാവ്, വാട്ട് എ ബ്യൂട്ടിഫുൾ ലേഡി. ഈ ലേഡി ഇങ്ങനെ തിളങ്ങുന്നതിൻ്റെ ഒരു രഹസ്യം ക്രിസ്പ് ആൻഡ് ഷൈൻ. ആ ക്രിസ്പ് ആൻഡ് ഷൈൻ്റെ ആ ഷൈനാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഗൈസ്. വാട്ട് എ ബ്യൂട്ടി ഗൈസ്.